എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. ഈ പറയുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു രാജ്യത്തിന് പുരാതനമായിട്ടുള്ളൊരു പേരുണ്ടായിരുന്നു. അതായത് ഒരു പഴയ പേരുണ്ടായിരുന്നു. ഇപ്പോൾ പുതിയൊരു പേരിലാണ് അറിയപ്പെടുന്നത്. ആ ഒരു പഴയ പേര് അവസാനമായിട്ട് ഒഫീഷ്യലി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് വർഷം 1935 ആയിരുന്നു. ഏകദേശം 100 വർഷങ്ങൾ കഴിയാറായല്ലേ. എന്നിട്ടും ആ പേരിന് ആ ഒരു പഴയ പേരിന് യാതൊരുവിധ മരണവും സംഭവിച്ചിട്ടില്ല. ലോക ഭൂപടത്തിൽ ഈ രാജ്യത്തിൻ്റെ പേര് ഇറാൻ എന്നാണ്. പക്ഷേ അവിടുത്തെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇന്നും മുഴങ്ങുന്ന പേരെന്താണ്? പേർഷ്യ അല്ലേ. നമ്മൾ മലയാളികൾ പോലും ഗൾഫ് ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ പേർഷ്യയിലേക്ക് പോയി എന്നായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. വെനീസിലെ വ്യാപാരി എന്ന് പറയുന്ന ആ ഒരു സിനിമയിൽ സലിംകുമാറിൻ്റെ ക്യാരക്ടർ കമലഹാസനൻ പേർഷ്യ എന്ന് വന്നതെന്നാണ് വിളിച്ചു പറയുന്നതല്ലേ. എന്തായാലും അവിടുത്തെ ജനങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലും ആ പേര് തന്നെയാണ് മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നത്. പക്ഷേ ഇന്ന് ആ മുഴക്കം വെറുമൊരു പേരല്ല, അത് വലിയൊരു പോരാട്ടത്തിൻ്റെ മുദ്രാവാക്യമാണ്. ഇന്ന് ഇറാൻ്റെ തെരുവുകളിൽ നമ്മൾ കാണുന്നത് അവിടുത്തെ പുരാതനമായിട്ടുള്ള പേർഷ്യൻ ഐഡൻറ്റിറ്റിയും ഇപ്പോഴുള്ള ഇസ്ലാമിക ഭരണകൂടവും ഉണ്ടല്ലോ, ഇത് രണ്ടും തമ്മിലുള്ള ഒരു വലിയ ഏറ്റുമുട്ടലാണ്. ആ രാജ്യത്തിൻ്റെ ആത്മാവിന് വേണ്ടിയുള്ള പോരാട്ടമാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പെൺകുട്ടികൾ തെരുവിൽ ഹിജാബുകൾ കത്തിക്കുകയാണ്. ആൾക്കൂട്ടം പഴയ രാജഭരണകാലത്തെ മുദ്രാവാക്യങ്ങൾ തെല്ലും ഭയമില്ലാതെ വിളിക്കുകയാണ്. നിരോധിക്കപ്പെട്ട പഴയ പതാകയുണ്ടല്ലോ, പേർഷ്യയുടെ പതാകയുണ്ടല്ലോ, അതവിടെയുള്ള ഓരോ വീടിന് മുകളിലും ഓരോ സ്ഥാപനങ്ങൾക്ക് മുന്നിലും ഉയരുകയാണ്. ഒരു എഴുത്തുകാരൻ ഇതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇറാന്റെ സ്വത്തം വലിയൊരു സംഘർഷത്തിലാണ് എന്നുള്ളതാണ്. ഒരു വശത്ത് ചിറകുള്ള ദൈവങ്ങളും പുരാതന പേർഷ്യൻ ചക്രവർത്തിമാരും, മറുവശത്താണെങ്കിൽ ആയത്തുള്ളമാരും ഇസ്ലാമിക വിപ്ലവവും. ഇന്ന് ലോകം മുഴുവൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: പേർഷ്യ തിരിച്ചു വരുമോ? ഇത് വെറും ഒരു രാഷ്ട്രീയ നാടകമല്ല, സ്വന്തം നിലനിൽപ്പിനും പ്രതീക്ഷയ്ക്കും വേണ്ടി ഒരു ജനത നടത്തുന്ന ഒരു മനുഷ്യ കഥയാണ്. എന്തുകൊണ്ടാണ് ഇറാനികൾ ഇത്രയധികം പേർഷ്യ എന്ന പേരിനെ സ്നേഹിക്കുന്നത്? അവരുടെ സംസ്കാരത്തിൽ ലഭിച്ചിരുന്ന പഴയ സ്വാതന്ത്ര്യവും അഭിമാനവും തിരിച്ചു പിടിക്കാനുള്ള ഈ വലിയ പോരാട്ടം ഇറാനെ എങ്ങോട്ടാണ് നയിക്കുന്നത്? പേർഷ്യയുടെ പുരാതന പ്രതാപം മുതൽ 1979 വിപ്ലവം വരെയും അതിനുശേഷം ഇന്ന് സ്ത്രീകൾ നയിക്കുന്ന ധീരമായിട്ടുള്ള പോരാട്ടങ്ങളെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് തന്നെ സംസാരിക്കാം. പേർഷ്യയെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് ഇറാനികൾക്കും ലോകത്തിനും എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇറാൻ വിഷയം ഉൾപ്പെടെ ആഗോളതലത്തിലെ സംഘർഷങ്ങൾ കാരണം ഷെയർ മാർക്കറ്റ് ഇപ്പോൾ വളരെ അൺപ്രഡിക്റ്റബിൾ ആയതുകൊണ്ട് തന്നെ പലർക്കും പണം നിക്ഷേപിക്കാൻ പേടിയാണ്. എന്നാൽ ഇപ്പോൾ മാർക്കറ്റിൽ തന്നെ ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് ആയിട്ട്, അതായത് ഇൻവെസ്റ്റ് ചെയ്ത ₹1 പോലും പോകാതെ എന്നാൽ മാർക്കറ്റ് കയറുന്നതനുസരിച്ച് ലാഭവും കിട്ടുന്ന നിക്ഷേപ പദ്ധതികളുണ്ട്. അത്തരത്തിലൊന്നാണ് ഇപ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്കും മെഡ്ലൈഫും ചേർന്നുള്ള PNB മെഡ്ലൈഫിന്റെ പുതിയ NFO BSE 500 ഡിവിഡൻഡ് ലീഡേഴ്സ് 50 ഇൻഡെക്സ് ഫണ്ട്. ഈ NFOയിൽ ജനുവരി 30 വരെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതിനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. മലയാളത്തിൽ തന്നെ നേരിട്ട് ഫോണിൽ സംശയങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. വേണമെങ്കിൽ അവരുടെ ഏജന്റ് വീട്ടിൽ വന്ന് നേരിട്ട് നമ്മളോട് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരികയും ചെയ്യും. ഈ NFOയുടെ ഇൻഡെക്സ് കഴിഞ്ഞ 5-7 വർഷങ്ങളിലായിട്ട് ഓരോ വർഷവും ശരാശരി 31.1%, 23.1% വീതം റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. സ്വർണം കഴിഞ്ഞ 10 വർഷത്തിൽ ഓരോ വർഷവും തന്ന ശരാശരി 13-14% റിട്ടേണിനെക്കാളും എത്ര കൂടുതലാണ് ഇവിടെ കിട്ടിയെന്ന് നോക്കൂ. ഇവിടെ NAV 10 രൂപയാണ്. മാസം 2000 രൂപ മുതൽ എത്ര വലിയ തുകയും നമുക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമ്മൾ നിക്ഷേപിക്കുന്ന തുക ഇന്ത്യയിലെ 500ഓളം കമ്പനികളിൽ നിന്ന് ഏറ്റവും പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന, ഏറ്റവും കൂടുതൽ ലാഭവിഹിതം ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്ന ടോപ്പ് 50 കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത്. കൂടാതെ നിങ്ങൾ അടയ്ക്കുന്ന പ്രതിമാസ തുകയുടെ 120 ഇരട്ടി വരുന്ന ലൈഫ് കവർ ലഭിക്കുന്നതിനോടൊപ്പം വർഷത്തിൽ 2.5 ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാലും കിട്ടുന്ന ലാഭത്തിന് ടാക്സും ഉണ്ടായിരിക്കില്ല. പ്രവാസികൾക്കൊക്കെ കഴിയുമെങ്കിൽ മാസം 18,000 രൂപയൊക്കെ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചാൽ 2 കോടിയുടെ റിട്ടേൺ സാധ്യതയും ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ഇവിടെ 5 വർഷം ബ്ലോക്കിംഗ് പീരീഡുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് അത്രയും കാലം തുടർച്ചയായി മാറ്റിവെക്കാൻ കഴിയുന്ന തുക തിരഞ്ഞെടുക്കുക. അപ്പോൾ ജനുവരി 30 വരെ അവസരമുള്ളൂ. അതായത് ഇനി വെറും 7 ദിവസം കൂടി മാത്രം. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഈ വലിയ പോരാട്ടം ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം പേർഷ്യ എന്താണെന്ന് തിരിച്ചറിയണം. ഇറാന്റെ പഴയ പേരാണ് പേർഷ്യ എന്നുള്ളത്. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള നാഗരികതകളിൽ ഒന്നാണിത്. ഇതിഹാസ സമാനമായിട്ടുള്ള വലിയ സാമ്രാജ്യങ്ങളുടെയും ലോക പ്രശസ്തരായിട്ടുള്ള കവികളുടെയും എഴുത്തുകാരുടെയും കളിത്തൊട്ടിലാണ് ഈ നാട്. ഒമർ ഖയാമിനെ പോലുള്ളവര് BC 550 സൈറസ് ദ ഗ്രേറ്റ് സ്ഥാപിച്ച സാമ്രാജ്യം മുതൽ പെർപോളിസിന്റെ പ്രതാപം വരെ പേർഷ്യയുടെ ചരിത്രം ആയിരക്കണക്കിന് വർഷങ്ങൾ പിന്നിലേക്ക് നീണ്ടു നിൽക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പേർഷ്യക്കാർ ഇസ്ലാം മതം സ്വീകരിച്ചുവെങ്കിലും അവർ തങ്ങളുടെ തനതായിട്ടുള്ള സാംസ്കാരിക പാരമ്പര്യം ഒരിക്കലും കൈവിട്ടില്ല. അവര് ഇസ്ലാമിക് നാഗരികതയെ പോലും സ്വാധീനിച്ചത് തങ്ങളുടെ പേർഷ്യൻ ശൈലിയിലാണ്. പേർഷ്യൻ ഭാഷയായിട്ടുള്ള ഫാർസി, അവരുടെ സാഹിത്യം, നൗറൂസ് പോലുള്ള പുതുവത്സരാഘോഷങ്ങൾ എന്നിവയെല്ലാം അവർ ഇന്ന് സംരക്ഷിക്കുന്നുണ്ട്, ആഘോഷിക്കാറുണ്ട്. അത് അവരുടെ അയൽരാജ്യങ്ങളായിട്ടുള്ള മറ്റ് അറബ് രാജ്യങ്ങളുണ്ടല്ലോ, അതിൽ നിന്നും തീർത്തും വ്യത്യസ്തരാക്കിയാണ് നിർത്തുന്നത്. സത്യത്തിൽ പേർഷ്യൻ സംസ്കാരം എന്നത് അവിടുത്തെ ജനങ്ങൾക്ക് വെറുമൊരു ചരിത്രമല്ല, അതൊരു വലിയ അഭിമാനമാണ്. ആ കവിതകളും കലയും സഹിഷ്ണുതയും ഒക്കെ ഇന്നും ഇറാനികൾ തങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നുണ്ട്. 20-ാം നൂറ്റാണ്ടിൽ, അതായത് വർഷം 1979 വിപ്ലവത്തിന് മുമ്പുള്ള കാലഘട്ടം എടുത്ത് നോക്കിയാൽ ഇറാൻ വളരെ ഊർജ്ജസ്വലവും മോഡേണുമായിട്ടുള്ള രാജ്യമായിരുന്നു. അന്ന് അവിടെ ഭരിച്ചിട്ടുണ്ടായിരുന്നത് ഷാ മുഹമ്മദ് റാസ പല്ലവി എന്ന രാജാവായിരുന്നു. അദ്ദേഹം ഇറാന്റെ ഇസ്ലാമിക കാലഘട്ടത്തിന് മുമ്പുള്ള ആ ഒരു പഴയ പേർഷ്യൻ പ്രതാപം ഉണ്ടല്ലോ, അതിനെ വല്ലാതെ ആഘോഷിച്ചിരുന്നു. 1970കളിലെ ചിത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെയേറെ അത്ഭുതം തോന്നും. ടെഹ്റാനിലെ സ്ത്രീകൾ അന്ന് ഹിജാബിന് പകരം മോഡേൺ വസ്ത്രങ്ങളായിരുന്നു ധരിച്ചിട്ടുണ്ടായിരുന്നത്. യൂണിവേഴ്സിറ്റികളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരുന്ന് പഠിച്ചു. കുടുംബങ്ങൾ പഴയ പേർഷ്യൻ ഉത്സവങ്ങൾ വളരെ സ്വതന്ത്രമായിട്ടായിരുന്നു ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത്. തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനിൽ ഫാഷൻ ഷോകളും
ലോകോത്തര കൺസേർട്ടുകളും വരെ, മ്യൂസിക് കൺസേർട്ടുകളും വരെ ഒക്കെ നടക്കുന്നത് വളരെ സർവ്വസാധാരണമായിരുന്നു. എന്ന് കരുതി എല്ലാം തികഞ്ഞതായിരുന്നു എന്നല്ല കേട്ടോ. രാജഭരണകാലത്ത് കടുത്ത രാഷ്ട്രീയ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. എങ്കിലും സാംസ്കാരികപരമായിട്ട് പേർഷ്യൻ ഐഡന്റിറ്റി അവിടെ വളരെ വലിയ രീതിയിൽ സജീവമായിരുന്നു. 2500 വർഷം പഴക്കമുള്ള തങ്ങളുടെ പാരമ്പര്യത്തിൽ ഇറാനികളെന്ന് അഭിമാനിച്ചിരുന്നു. തെരുവുകൾക്ക് പേർഷ്യൻ ചക്രവർത്തിമാരുടെ പേരായിരുന്നു അവർ ഇട്ടിട്ടുണ്ടായിരുന്നത്. ദേശീയ പതാകയിൽ സിംഹത്തിന്റെ സൂര്യന്റെ പ്രതീകമുണ്ടായിരുന്നു. നൗറൂസ്, യെൽദാ നൈറ്റ് പോലെയുള്ള ആഘോഷങ്ങൾ വലിയ ആവേശത്തോടെ തന്നെയാണ് അവർ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത്. ചുരുക്കത്തിൽ പഴയ പേർഷ്യൻ പാരമ്പര്യത്തിലും പുതിയ ലോകത്തിന്റെ മോഡേൺ രീതികളിലും ഒരുപോലെ വിശ്വസിച്ചിരുന്ന ഒരു രാജ്യമായിരുന്നു അന്ന് ഇറാൻ എന്നുള്ളത്. ഇനി നമുക്ക് 1979 വിപ്ലവത്തെ പറ്റിയിട്ടും ഇസ്ലാമിക് ഐഡന്റിറ്റിയുടെ വളർച്ചയെ പറ്റിയിട്ട് സംസാരിക്കാം. അതായത് കാര്യങ്ങളൊക്കെ ആ ഒരു സമയം വരെ ഇങ്ങനെയൊക്കെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ വർഷം 1979 ഇതെല്ലാം പെട്ടെന്ന് മാറിമറിയുകയാണ്. ഒരു വലിയ ജനകീയ വിപ്ലവം ഷാ രാജാവിന്റെ ഭരണത്തെ തകർത്തെറിയുകയാണ്. ഇതിനെ തുടർന്ന് ആയത്തുള്ള റൂഹുള്ള ഖമേനി അധികാരത്തിൽ വരികയാണ്. അങ്ങനെ ഇറാൻ ഒരു ഇസ്ലാമിക റിപ്പബ്ലിക്കായി മാറുകയാണ്. അധികാരത്തിൽ വന്ന പുതിയ ഭരണകൂടം ചെയ്ത ആദ്യത്തെ കാര്യം എന്താണെന്നറിയാവോ? പേർഷ്യയുടെ ദേശീയ സ്വത്വത്തെ, അതായത് ആ ഒരു നാഷണൽ ഐഡന്റിറ്റി ഉണ്ടല്ലോ, അതിനെ പൂർണ്ണമായിട്ട് മാറ്റി പകരം ഒരു ഇസ്ലാമിക് ഐഡന്റിറ്റി അടിച്ചേൽപ്പിക്കുക എന്നതായിരുന്നു. രാജ്യത്തിന്റെ പേര് തന്നെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്നാക്കി മാറ്റുകയാണ്. ഖൊമേനിയും കൂടെ ഉണ്ടായിരുന്ന പുരോഹിതന്മാരും രാജഭരണകാലത്തെ അഴിമതി നിറഞ്ഞതായിട്ടും പാശ്ചവൽക്കരിക്കപ്പെട്ടതായിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അവർക്ക് വേണ്ടത് കടുത്ത ഇസ്ലാമിക നിയമങ്ങളുള്ള, അതായത് ശരിയാ നിയമങ്ങളുള്ള ഒരു സമൂഹമായിരുന്നു. തുടക്കം മുതൽ തന്നെ പേർഷ്യൻ സാംസ്കാരിക ചിഹ്നങ്ങളെ മായ്ച്ചു കളയാനായിട്ട് ഈ ഭരണകൂടം ശ്രമിക്കുകയാണ്. പേർഷ്യൻ ദേശീയതയോടെയോ അല്ലെങ്കിൽ ഇസ്ലാമിന് മുമ്പുള്ള ചരിത്രത്തോടോ ബന്ധമുള്ള എന്തിനേയും അവര് വലിയ ശത്രുതയോടെയാണ് നോക്കി കണ്ടിട്ടുണ്ടായിരുന്നത്. പഴയ പേർഷ്യൻ പേരുള്ള തെരുവുകളൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് സ്ഥലങ്ങൾക്കും നഗരങ്ങൾക്കും ഒക്കെ പേർഷ്യൻ പേരായിരുന്നു ഉണ്ടായിരുന്നല്ലോ. ഒരുപാട് സ്ഥാപനങ്ങൾക്കും ഒക്കെ പേരുകൾ ഉണ്ടായിരുന്നു. ആ ഒരു പേരുകളൊക്കെ മാറ്റിയിട്ട് അവർ ഇസ്ലാമിക പേരുകൾ നൽകുകയാണ്. പുരാതന ഉത്സവങ്ങളെയും ദേശീയ ദിവസങ്ങളെയും, അതായത് നൗറൂസ് പോലുള്ള ആഘോഷങ്ങളെയും ഒക്കെ തന്നെ അവർ വലിയ രീതിയിൽ അവഗണിക്കുകയാണ്. എന്തിനേറെ ഈ നൗറൂസ് പോലുള്ള ആഘോഷങ്ങളിൽ പോലും അവർ മതപരമായിട്ടുള്ള സന്ദേശങ്ങൾ കുത്തിനിറയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് കടന്നിട്ടുള്ള ഉദാഹരണം തന്നെ ഞാൻ പറയാം. 2 ഫെസ്റ്റിവൽസ്, ഒന്ന് യെൽദാ നൈറ്റ്, പിന്നെ തീയിലൂടെ ചാടുന്ന ഉത്സവമായിട്ടുള്ള ചഹർ ഷൻബെ സൂരി എന്ന് പറയുന്ന 2 ഫെസ്റ്റിവൽസ് ഉണ്ട്. ഇതിന്റെ പേര് മാറ്റാനായിട്ട് ഭരണകൂടം ശ്രമിക്കുകയാണ്. കുടുംബ സംഗമം എന്നൊക്കെ അർത്ഥം വരുന്ന ലളിതമായിട്ടുള്ള പേര് നൽകിയിട്ട് അതിന്റെ പുറകിലുള്ള പേർഷ്യൻ ഐതിഹ്യങ്ങളെ തകർക്കാനായിരുന്നു അവരുടെ നീക്കം. ഇത് മലയാളികളായിട്ടുള്ള നമുക്ക് ചെറിയ മാറ്റമായിട്ട് തോന്നാം, പക്ഷേ ഇറാനികളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ സംസ്കാരത്തെ ഭരണകൂടം ഭയപ്പെടുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ഇത്. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം, എന്തിനാണ് ഭരണകൂടം പേർഷ്യൻ ഐഡന്റിറ്റിയെ ഇത്രയധികം വെറുക്കുന്നത്, ഒരു ശത്രുവായിട്ട് കാണുന്നതെന്നല്ലേ? മറ്റൊന്നുമല്ല, ഈ ഖൊമേനിയുടെ വിപ്ലവം എന്നുള്ളത് ഒരു ശുദ്ധമായിട്ടുള്ള ഇസ്ലാമിക വ്യവസ്ഥിതി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു വിപ്ലവമായിരുന്നു. ഇറാൻ ഒരു മാതൃക ഇസ്ലാമിക രാജ്യമാകണമെന്നും ജനങ്ങൾ പേർഷ്യൻ ദേശീയതയേക്കാൾ കൂടുതൽ മുസ്ലിം മതത്തോടും ഈ മുസ്ലിം ഉമ്മത്തിനോടും കടപ്പെട്ടിരിക്കണമെന്നും ഒക്കെ അവർ ആഗ്രഹിക്കുകയാണ്. ഒരു ഇറാനിയൻ സോഷ്യോളജിസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഈ ഭരണകൂടം ഇറാനിയൻ സമൂഹത്തിന്റെ എല്ലാ മേഖലകളെയും പൂർണ്ണമായിട്ടും ഇസ്ലാമികവൽക്കരിക്കാൻ ശ്രമിക്കുകയാണെന്നാണ്. അതിന്റെ ഭാഗമായിട്ട് പേർഷ്യൻ ദേശീയതയെ അവർ 2ാം സ്ഥാനത്തേക്ക് തള്ളുകയാണ്. 79 ശേഷമുള്ള ഈ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനിലെ ജീവിതം എങ്ങനെയാണെന്ന്, ജനങ്ങളുടെ ജീവിതം എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ വിപ്ലവം പതാകകൾ മാത്രം മാറ്റി ഒന്നല്ല. അതായത് ഞാൻ പറഞ്ഞു, പേർഷ്യൻ പതാക മാറ്റിയിട്ട് പുതിയ പതാക കൊണ്ടുവന്ന് പേര് മാറ്റിയിട്ട് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്നാക്കി. അത് മാത്രമൊന്നുമല്ല, അത് ഇറാനിലെ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ തന്നെ തലകീഴായിട്ട് മറിക്കുകയാണ്. ചെറിയൊരു മാറ്റമൊന്നുമല്ല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ആ ഒരു മാറ്റം സ്ത്രീകളുടെ ജീവിതത്തെയാണ് ഭീകരമായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നത്. ഷാ രാജാവിന്റെ കാലത്ത് വളരെ സാധാരണമായിരുന്ന പല കാര്യങ്ങളും ഒറ്റ രാത്രി കൊണ്ട് നിരോധിക്കപ്പെടുകയാണ്. ഏറ്റവും വലിയ മാറ്റം എന്താണെന്നറിയാവോ? ഹിജാബ് എന്ന് പറയുന്ന ശിരോവസ്ത്രം നിർബന്ധമാക്കിയതായിരുന്നു. അധികാരം കിട്ടി ആഴ്ചകൾക്കുള്ളിൽ തന്നെ ആ ഒരു ഖമേനി ഉത്തരവിടുകയാണ്, സർക്കാർ ഓഫീസുകളിൽ സ്ത്രീകൾ മുടി മറയ്ക്കണമെന്നുള്ളത്. ഇത് കേട്ട ഇറാനിയൻ സ്ത്രീകൾ ഞെട്ടിപ്പോവുകയാണ്. കാരണം എന്താണെന്നറിയാവോ? മറ്റൊന്നുമല്ല, കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ സ്ത്രീകൾ ഈ വിപ്ലവത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അത് നഷ്ടപ്പെടാനായിരുന്നില്ല. 1979 വനിതാ ദിനത്തിൽ 10,000 വരുന്ന സ്ത്രീകൾ ടെഹ്റാനിൽ പ്രതിഷേധ റാലി നടത്തുകയാണ്. വലിയ പ്രതിഷേധമായിരുന്നു അവർ നടത്തിയിട്ടുണ്ടായിരുന്നത്. സ്വാതന്ത്ര്യത്തിന്റെ പുലരിയിൽ തങ്ങളുടെ അവകാശങ്ങൾ എവിടെയെന്ന് അവർ ചോദിക്കുകയാണ്. പക്ഷേ ഖൊമേനി അനുകൂലികളുണ്ടല്ലോ, ഇവരെ അടിച്ചമർത്തുകയാണ്. വിപ്ലവത്തിനായിട്ട് അവരെ ഉപയോഗിച്ച അതേ ഭരണകൂടം തന്നെ, അല്ലെങ്കിൽ അതേ ഗ്രൂപ്പ് തന്നെ ഇപ്പോൾ അവർക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അവരെ ഒരു അടിമകളാക്കി മാറ്റിയിരിക്കുകയാണ്. പിന്നീടുള്ള കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ സ്ത്രീകളുടെ അവകാശങ്ങൾ ഓരോന്നായിട്ട് കവർന്നെടുക്കപ്പെടുകയാണ്. വർഷം 1983 ആയപ്പോഴേക്കും ഹിജാബ് എല്ലാ സ്ത്രീകൾക്കും നിയമപരമായിട്ട് നിർബന്ധമാക്കുകയാണ്. മുടി അല്പം പോലും പുറത്ത് കണ്ടാൽ, കുറച്ചെങ്കിലും പുറത്ത് കണ്ടാൽ മൊറാലിറ്റി പോലീസുണ്ട്, മതാചാര പോലീസുണ്ട്, സ്ത്രീകളെ ക്രൂരമായിട്ട് ഉപദ്രവിക്കാനും അറസ്റ്റ് ചെയ്യാനും ഒക്കെ തുടങ്ങുകയാണ്. ഡ്രസ് കോഡ് എന്നത് തുടക്കം മാത്രമായിരുന്നു. ഇപ്പം നമ്മൾ വിചാരിക്കും ഈ ഡ്രസ് കോഡ് മാത്രമേ ഉള്ളൂ. അല്ല, അതൊരു തുടക്കം മാത്രമായിരുന്നു. സ്ത്രീകളെ പൊതുരംഗത്ത് നിന്ന് മാറ്റി നിർത്താൻ ഭരണകൂടം ആവത് ശ്രമിക്കുകയാണ്. സർക്കാർ ജോലികളിലെ ഉന്നത സ്ഥാനങ്ങളിൽ നിന്ന് സ്ത്രീകളെ നീക്കം ചെയ്യുകയാണ്. അവർ ഇത്രയും നാൾ നല്ല ജോലി ഇരുന്നവരാണ്, സർക്കാർ ജോലി ഇരുന്നവരാണ്. അവർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ, അതായത് അവർ തന്നെയാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഈ വിപ്ലവത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ? അങ്ങനെയാണ് പുതിയ ഭരണകൂടം വന്നത്. പക്ഷേ അതേ ഭരണകൂടം തന്നെ ആ സ്ത്രീകളെ സർക്കാർ ജോലിയിൽ നിന്ന്
പോലും നീക്കം ചെയ്യുകയാണ്. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ പ്രശസ്ത ജഡ്ജിയായിരുന്ന ഷെറിൻ ഇബാദിയെ പോലുള്ളവരെ ക്ലർക്ക് സ്ഥാനത്തേക്ക് തരം താഴ്ത്തുകയാണ്. സ്കൂളിലും കോളേജിലും ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വെവ്വേറെയാക്കുകയാണ്. ചില പഠന മേഖലകൾ സ്ത്രീകൾക്ക് പൂർണ്ണമായിട്ട് നിരോധിക്കുകയാണ്. ഏറ്റവും ഭീകരമായിട്ടുള്ളൊരു മാറ്റം ഫാമിലി പ്രൊട്ടക്ഷൻ ലോ റദ്ദാക്കിയതായിരുന്നു. ഷാരാജാവിന്റെ കാലത്ത് സ്ത്രീകൾക്ക് ലഭിച്ചിരുന്ന അവകാശങ്ങളെല്ലാം തന്നെ ഇല്ലാതായി മാറുകയാണ്. പെൺകുട്ടികളുടെ വിവാഹപ്രായം 18 നമ്മളുടെ രാജ്യത്ത് പണ്ടുണ്ടായിരുന്ന പോലെ 18 തന്നെയായിരുന്നു. അത് എങ്ങോട്ടാണ് കുറച്ചെന്നറിയാവോ? വെറും 9 വയസ്സാക്കി കുറയ്ക്കുകയാണ്. ഒന്നാലോചിച്ച് നോക്കുക, 9 വയസ്സെന്നുള്ളൊരു കൊച്ചു കുഞ്ഞാണല്ലേ, ഒന്നും അറിയാത്ത കൊച്ചു കുഞ്ഞാണ്. അതാണ് ലീഗൽ ഏജാക്കി വയ്ക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, പല മൂത്താപ്പന്മാരോ 9 വയസ്സുള്ള പെൺകുട്ടികളെയൊക്കെ വിവാഹം കഴിക്കുകയാണ്. ഇതുപോലെ വിവാഹം ചെയ്യപ്പെടുന്ന കുട്ടികൾക്കോ സ്ത്രീകൾക്കോ കുറച്ചു കാലം കഴിഞ്ഞ് വിവാഹമോചനം നടത്താമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്ത്രീകൾക്ക് അതിനുള്ള അവകാശമില്ലാതായി മാറുകയാണ്. വിവാഹമോചനത്തിലുള്ള അവകാശം പൂർണ്ണമായിട്ടും പുരുഷന്മാർക്കായി മാറുകയാണ്. അതോടൊപ്പം തന്നെ കുട്ടിയുടെ സംരക്ഷണമുണ്ടല്ലോ, അതും പൂർണ്ണമായിട്ട് ഈ പുരുഷന്മാരുടെ കൈകളിലേക്ക് വരികയാണ്. സ്ത്രീകൾക്ക് അതിലൊന്നും യാതൊരുവിധ അവകാശവും ഇല്ല. ഈ ബന്ധത്തിൽ നിന്ന് ഈ വിവാഹബന്ധം വേർപ്പെടുത്തും, അല്ലെങ്കിൽ അത് വേർപ്പെടുത്താനുള്ള അവകാശമൊക്കെ എടുത്തു കളയപ്പെടുകയാണ്. ഈ കൊച്ചുകുട്ടിക്ക് പോലും. അതോടൊപ്പം ഒരാൾക്ക് ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കാമെന്ന നിയമവും വീണ്ടും വരികയാണ്. ചുരുക്കത്തിൽ ഇറാനിലെ സ്ത്രീകൾ ഒരു ടൈം മെഷീനിൽ കയറി വർഷങ്ങൾ, അതായത് ഒരുപാട് നൂറ്റാണ്ടുകൾ പുറകോട്ട് പോയ അവസ്ഥയിലായി. അവരുടെ അമ്മമാരും അമ്മൂമ്മമാരും പോരാടി നേടിയെടുത്ത അവകാശങ്ങൾ ഒരു നിമിഷം കൊണ്ട് ഇല്ലാണ്ടായി മാറുകയാണ്. ഈ നിയമങ്ങളൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് തെരുവുകളിൽ റവല്യൂഷണറി ഗാർഡുകളും മൊറാലിറ്റി പോലീസും ഒക്കെ സജീവമാകുകയാണ്. ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് നടന്നാൽ അവർ ബന്ധുക്കളാണോ എന്ന് തെളിയിക്കേണ്ടി വരികയാണ്. അപ്പോൾ ആലോചിക്കുക, നിങ്ങൾ നിങ്ങളുടെ സഹോദരിയുടെ കൂടെ നടന്നു പോവുകയാണ്. അപ്പോൾ പെട്ടെന്ന് കുറച്ച് പേര് വന്നിട്ട് നിങ്ങളെ ചോദ്യം ചെയ്യുകയാണ്, ഇത് സഹോദരിയാണെന്ന് പ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇനി സഹോദരി അല്ലെങ്കിൽ കൂടി എന്താ, നിങ്ങളുടെ സുഹൃത്താകാം, ആരും ആയിക്കൊള്ളട്ടെ അല്ലേ, പ്രായപൂർത്തിയായിട്ടുള്ളവരാണെങ്കിൽ അതിൻ്റെ അകത്ത് യാതൊരുവിധ പ്രശ്നവുമില്ല. പക്ഷേ അവിടെ നിങ്ങളുടെ സഹോദരിക്കൊപ്പം നടന്നാൽ പോലും ഈ റവല്യൂഷണറി ഗാർഡുകൾക്കോ അല്ലെങ്കിൽ മതാചാര പോലീസിനോ വന്ന് നിങ്ങളെ ചോദ്യം ചെയ്യാം. നിങ്ങൾ പ്രൂവ് ചെയ്യാൻ ബാധ്യസ്ഥനായി മാറും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങളെ ഉപദ്രവിക്കും, അറസ്റ്റ് ചെയ്യും, ജയിലിൽ കൊണ്ടുപോയിടും, ക്രൂരമായിട്ട് പീഡിപ്പിക്കും. ഇതൊക്കെയായിരുന്നു അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ പരസ്യമായിട്ട് ഒരു വീട്ടിലെ അല്ലാത്ത ആണിനും പെണ്ണിനും കൂടിച്ചേരാനായിട്ട് അനുവാദമില്ലായിരുന്നു. പാശ്ചാത്യ സംഗീതം, ആൽക്കഹോള്, അതോടൊപ്പം നല്ലൊരു ശതമാനം നല്ല നല്ല സിനിമകൾ എന്നിവയെല്ലാം അവിടെ നിരോധിക്കപ്പെടുകയാണ്. അങ്ങനെ ഇറാൻ ഒരു അടച്ചുപൂട്ടപ്പെട്ട മതസംസ്ഥാനമായി മാറുകയാണ്, ഒരു നരകമായി മാറുകയാണ്. പക്ഷേ ഇറാനുകൾ ഇതത്ര എളുപ്പത്തിൽ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് സ്ത്രീകൾ കഴിഞ്ഞ 40 വർഷമായിട്ട് അവർ പല രീതികളിൽ ഈ ഒരു മതവാഴ്ചയെ അല്ലെങ്കിൽ ഈ ഒരു മതാചാര ഒരു ദുരാചാരങ്ങളെ ചെറുത്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 80കളിലും 90കളിലും അവർ മുടിയിഴകളുടെ യുദ്ധം എന്ന് വിളിച്ച ബാറ്റിൽ ഓഫ് ഹെയർലൈൻ നടത്തുകയാണ്. അതായത് ഹിജാബ് ഒരു അല്പം പിന്നോട്ട് മാറ്റിയിട്ട് മുടി കാണിച്ചുകൊണ്ടുള്ള ഒരുതരം നിശബ്ദ പ്രതിഷേധമായിരുന്നു അത്. ഭരണകൂടത്തിന്റെ എതിർപ്പുകൾക്കിടയിലും സ്ത്രീകൾ വിദ്യാഭ്യാസത്തിൽ വലിയ മുന്നേറ്റം നടത്തുകയാണ്. യൂണിവേഴ്സിറ്റികളിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സീറ്റുകൾ അവർ കരസ്ഥമാക്കുകയാണ്. പേർഷ്യൻ സ്ത്രീകളുടെ ആ ഒരു ആർജവം എന്നേക്കുമായിട്ട് അടിച്ചമർത്താൻ ഭരണകൂടത്തിന് ഒട്ടും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 21ാം നൂറ്റാണ്ടിലേക്ക് എത്തുമ്പോൾ ഈ പ്രതിഷേധങ്ങളുടെ മുഖമായിട്ട് മാറിയത് തന്നെ സ്ത്രീകളാണ്. 2022 നടന്നൊരു സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. മഹ്സ അമിനിയുടെ ഒരു ക്രൂരമായിട്ടുള്ള കൊലപാതകമായിരുന്നല്ലേ, അന്ന് നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ലോകം മൊത്തം വലിയ പ്രശ്നമായിരുന്നു കേട്ടോ, വലിയ കോൺട്രവേഴ്സി ആയിരുന്നു ഒരു സംഭവം. അതായത് വെറും 22 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി മഹ്സ, അവളെ ഈ മതാചാര പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. അവൾ ചെയ്ത കുറ്റം എന്താണെന്നറിയാവോ? നിങ്ങൾ വിചാരിക്കും വലിയ കുറ്റമാണ് ചെയ്തതെന്നല്ല. ഈ ഹിജാബിൻ്റെ ഇടയിലൂടെ കുറച്ച് മുടി പുറത്ത് കാണുന്നുണ്ടായിരുന്നു അവളുടെ. അങ്ങനെ ഈ മതാചാര പോലീസ് വന്ന് അവളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്, കസ്റ്റഡിയിൽ കൊണ്ടുവിടുകയാണ്. കസ്റ്റഡിയിൽ വെച്ച് ഈ ക്രൂരന്മാരുണ്ടല്ലോ ആ പെൺകുട്ടിയെ പൈശാചികമായിട്ട് ഉപദ്രവിക്കുകയാണ്. അത്രത്തോളം ക്രൂരമായിട്ട് മർദ്ദിച്ച് അങ്ങനെ ആ പെൺകുട്ടിക്ക് കസ്റ്റഡി മരണം സംഭവിക്കുകയാണ്. അതായത് കസ്റ്റഡി വെച്ചിട്ട് ഇവർ ക്രൂരമായിട്ട് കൊല്ലുകയാണ് ആ പെൺകുട്ടിയെ. കൊച്ചു പെൺകുട്ടി, 22 വയസ്സ് മാത്രം പ്രായമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സംഭവത്തോടെ ഇറാന്റെ ക്ഷമയുടെ അണക്കെട്ട് തകരുകയാണ്. ദശകങ്ങളായിട്ട് ഉള്ളിലൊതുക്കിയ ഒരു ദേഷ്യമുണ്ടല്ലോ ഒരു വലിയ വിപ്ലവമായിട്ട് തന്നെ മാറുകയാണ്. സ്ത്രീകൾ തെരുവിലിറങ്ങിയിട്ട് ഹിജാബുകൾ പരസ്യമായിട്ട് കത്തിക്കുകയാണ്. അതോടൊപ്പം സ്കൂൾ കുട്ടികൾ ഹിജാബ് ഊരിയെറിഞ്ഞിട്ട് ഉദ്യോഗസ്ഥരോട് അവരുടെ ടീച്ചേഴ്സിനോടൊക്കെ തർക്കിക്കുന്ന വീഡിയോകളൊക്കെ ലോകം മൊത്തം കാണുകയാണ്. തങ്ങളെ അടിച്ചമർത്തുന്ന ആ ഒരു ചിഹ്നത്തെയാണ് അവർ തീയിലിട്ടിട്ടുണ്ടായിരുന്നത്. സ്ത്രീ ജീവിതം സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യം, അതായത് സാൻ ജിന്ദഗി ആസാദി എന്നൊരു മുദ്രാവാക്യം ഇറാനിൽ മൊത്തത്തിൽ ആ ഒരു സമയത്ത് മുഴങ്ങുകയാണ്. ഇത് പേർഷ്യക്കാരുടെ ഒരു പഴയ പ്രതിഷേധ രീതിയാണ്. പുരുഷന്മാരും ആൺകുട്ടികളും അവർക്ക് വലിയ പിന്തുണ നൽകുകയാണ്. ഭരണകൂടം ഇതിനെ വളരെ ക്രൂരമായിട്ട് തന്നെ നേരിടുകയാണ് കേട്ടോ. 500-ലധികം ആൾക്കാർ കൊല്ലപ്പെടുകയാണ്. അതിൻ്റെ അകത്ത് 68 കൊച്ചു കുട്ടികൾ അടക്കമുണ്ടായിരുന്നു. ക്രൂരമായിട്ട്, അതായത് ഒരു പ്രതിഷേധം നടത്തിയതിൻ്റെ പേരിൽ അന്ന് 500-ലധികം ആൾക്കാരെ ഈ ഭരണകൂടമുണ്ടല്ലോ, ഖമേനിയുടെ ഭരണകൂടമുണ്ടല്ലോ, ക്രൂരമായിട്ട് കൊല്ലുകയാണ്. 10,000-കണക്കിന് പേര് അറസ്റ്റിലാകുകയാണ്. ചിലരെ പരസ്യമായിട്ട് തൂക്കിലേറ്റുകയാണ്. 2023 തുടക്കത്തിൽ പ്രതിഷേധങ്ങൾ ഒന്ന് അടങ്ങിയതായിട്ട് നമുക്ക് തോന്നി തുടങ്ങി. പക്ഷേ ജനങ്ങൾക്കുള്ളിൽ ആ ഒരു ധൈര്യം ഉണ്ടായിരുന്നല്ലോ, അതിൽ നിന്ന് കിട്ടിയ ഒരു ധൈര്യം ഉണ്ടായിരുന്നല്ലോ, അതൊട്ടും തന്നെ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. 2023-ലും 2024-ലും ടെഹ്റാനിലെ തെരുവുകളിൽ ഹിജാബില്ലാതെ തന്നെ സ്ത്രീകൾ സ്വതന്ത്രമായിട്ട് നടക്കാൻ തുടങ്ങുകയാണ്. 1979
വന്നതിന് ശേഷം ഇത്രയും വലിയ രീതിയിലുള്ള, അതായത് ഇത്രയും വലിയ തോതിലുള്ള നിയമലംഘനം ഇറാനിൽ നടന്നിട്ടില്ല. സൈനബ് റഹീമി എന്ന ജേർണലിസ്റ്റ് പറയുന്നത് അറസ്റ്റ് ചെയ്യപ്പെടാം എന്നറിഞ്ഞിട്ടും താൻ കഴിഞ്ഞ 2 വർഷമായിട്ട് ഹിജാബ് ധരിക്കുന്നില്ല എന്നാണ്. കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ ഭരണകൂടം ശ്രമിച്ചെങ്കിലും സ്ത്രീകൾ ഒട്ടും തന്നെ വഴങ്ങാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. 2025 അവസാനത്തോടെ ചില ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിക്കുകയാണ് ഹിജാബ് നിയമം ഇപ്പോൾ ആരും ഗൗനിക്കുന്നില്ല എന്ന്. 43 വർഷത്തെ ഭരണകൂടത്തിന്റെ ശ്രമങ്ങൾ അവിടെ പരാജയപ്പെടുകയായിരുന്നു. ഇനി നമ്മൾ സംസാരിക്കേണ്ടത് ഈ 2025 ഡിസംബറിൽ പൊട്ടിപ്പുറപ്പെട്ട ആ ഒരു വലിയ വിപ്ലവത്തെ പറ്റിയിട്ടാണ്. 2025 ഡിസംബർ 28-ാം തീയതി ഇറാൻ വീണ്ടും ആളിക്കത്താൻ തുടങ്ങുകയാണല്ലേ. ഇത്തവണ കാരണം മറ്റൊന്നും ആയിരുന്നില്ല, മറിച്ച് കടുത്ത സാമ്പത്തിക തകർച്ചയായിരുന്നു. സാധനങ്ങളുടെ വില കുതിച്ചു വരികയാണ്. ആൾക്കാർക്ക് ഭക്ഷണം വാങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥ വരികയാണ്. സർക്കാർ പെട്രോൾ വില കൂട്ടിയതോടെ ജനങ്ങളുടെ ക്ഷമ നശിക്കുകയാണ്. കച്ചവടക്കാരും വിദ്യാർത്ഥികളും പെൻഷൻകാരും അങ്ങനെ എല്ലാ പ്രായ ഭേദമന്യേ എല്ലാവരും തെരുവുകളിൽ ഇറങ്ങുകയാണ്. സാമ്പത്തിക പരാതികൾ പെട്ടെന്ന് രാഷ്ട്രീയ പോരാട്ടമായി മാറുകയാണ്. ഖമേനിക്ക് മരണം, അതായത് അവിടുത്തെ ലീഡർ ഉണ്ടല്ലോ, അയാളെ കൊല്ലണമെന്ന മുദ്രാവാക്യങ്ങളൊക്കെ ഉയർത്തിയിട്ട് നമുക്ക് ഇസ്ലാമിക റിപ്പബ്ലിക് വേണ്ട എന്നൊക്കെ ജനങ്ങൾ ഉറക്കെ വിളിച്ചു പറയുകയാണ്. ചിലർ തെരുവിൽ രാജാവായിട്ട്, അതായത് പണ്ടത്തെ ഷാ രാജാവ് ഉണ്ടല്ലോ, ലോങ് ലീവ് ഷാ എന്ന ബോർഡുകളൊക്കെ പ്ലക്കാർഡുകളൊക്കെ ഉയർത്തി പിടിക്കുന്ന കാഴ്ചകളൊക്കെ തന്നെ നമുക്ക് അവിടെ കാണാമായിരുന്നു. പഴയ രാജഭരണത്തോടുള്ള താല്പര്യം ജനങ്ങൾ ഈ ഭരണകൂടത്തിൽ നിന്നും എത്രത്തോളം അകന്നു എന്നതിന്റെ തെളിവായിരുന്നു. 2026 ജനുവരി ആയപ്പോഴേക്കും ഇത് 1979 ശേഷമുള്ള ഏറ്റവും വലിയ ഒരു വിപ്ലവമായിട്ട് മാറുകയാണ്. ഭരണകൂടം ഇതിനെ എങ്ങനെയാണ് നേരിട്ടത്? മറ്റൊന്നുമല്ല, ജനങ്ങൾക്ക് നേരെ യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. ആ രാജ്യത്തെ തന്നെ ജനങ്ങൾക്ക് നേരെ അവർ യുദ്ധം പ്രഖ്യാപിച്ചു. 8 ദിവസത്തോളം രാജ്യത്ത് മുഴുവൻ ഇന്റർനെറ്റ് വിച്ഛേദിക്കുകയാണ്. പുറംലോകം ഒന്നും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവർ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഗ്യാപ്പിൻ്റെ ഇടയിൽ അവർ ജനങ്ങളെ ക്രൂരമായിട്ട് ബ്രൂട്ടലി വെടിവെച്ച് കൊല്ലുകയാണ്, വെട്ടിക്കൊല്ലുകയാണ്. അവർ സ്വന്തം ജനങ്ങളെ കൊല്ലുകയാണ്. ആംനസ്റ്റി ഇന്റർനാഷണൽ പറയുന്നത് ആൾക്കാരെ പുറകിൽ നിന്ന് പോലും വെടിവെച്ച് കൊന്ന സംഭവങ്ങളുണ്ട് എന്നുള്ളതാണ്. ആ ഒരു വീഡിയോസ് നിങ്ങൾ കാണണം കേട്ടോ. മോർച്ചറികളിൽ ഇങ്ങനെ മൃതദേഹങ്ങളൊക്കെ കൂടിക്കിടക്കുകയാണ്, ചോര ഒലിപ്പിക്കുന്ന മരണങ്ങൾ. ഇതിൻ്റെയൊക്കെ ടെലഗ്രാമിലും മറ്റ് ട്വിറ്റർ എക്സിലൊക്കെ വരുമല്ലോ. ഇതൊക്കെ കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. നമ്മൾ പണ്ട് ഈ ഹിറ്റ്ലറിൻ്റെ കാലത്ത് ഇതുപോലെ മൃതദേഹങ്ങൾ കൂട്ടിയിട്ട് ആ ഒരു സംഭവങ്ങളൊക്കെ ഇല്ലായിരുന്നു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ. അതുപോലെ അവിടെ കൂട്ടിയിട്ടിരിക്കുന്ന വീഡിയോസ് ട്വിറ്ററിലൊന്ന്, അതായത് ഇപ്പോഴത്തെ എക്സിലൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാവുന്നേ ഉള്ളൂ. അത്രയും ഭീകരമായിട്ടായിരുന്നു ഈ നരാധമന്മാർ ഖമേനി സ്വന്തം രാജ്യത്തെ ജനങ്ങളെ കൊന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു മരണസംഖ്യ വളരെ ഞെട്ടിക്കുന്നതായിരുന്നു. 2026 ജനുവരി 16 ആയപ്പോൾ തന്നെ ഏകദേശം 2000-ലധികം പേര് കൊല്ലപ്പെട്ടതായിട്ട് റിപ്പോർട്ടുകൾ വരികയാണ്. ഒരാഴ്ചയ്ക്ക് ശേഷം അത് 3000 കടക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ചില മാധ്യമങ്ങളിലും ഡോക്ടേഴ്സ് ഉണ്ടല്ലോ, അതായത് ഇത്ര രോഗികളെ ചികിത്സിച്ചു എന്ന് പറയുന്ന ഡോക്ടേഴ്സ് ഉണ്ടല്ലോ, അവരൊക്കെ പറയുന്നത് ഏകദേശം 12,000-ഓളം വരുന്ന ആൾക്കാർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. ഞാൻ പറയുകയാണത് വെരിഫൈഡ് ന്യൂസ് അല്ല, വെരിഫൈഡ് ആയിട്ട് ഒരു 3000 എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പല വാർത്തകളും വരുന്നത്. എന്തായാലും 3000 എന്ന് തന്നെ പറഞ്ഞ ചിന്തിക്ക് 10,000-ലധികം വരുന്ന ആൾക്കാർ സാരവും നിസാരമായിട്ടുള്ള പരിക്കേറ്റ് ഹോസ്പിറ്റൽസിലും മറ്റ് ചികിത്സയിലുമാണ്. 18,000-ലധികം വരുന്ന ആൾക്കാർ അറസ്റ്റിലായിട്ട് അവർ ജയിലിലാണ്. അപ്പോൾ എന്ത് വലിയ ഭീകരമായിട്ടുള്ളൊരു പ്രവർത്തനമാണ് ഈ ഖമേനി എന്ന് പറയുന്ന നരാധമൻ അവിടെ നടത്തിയെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലേ. അതുകൊണ്ട് തന്നെ അവരെന്താണ് ചെയ്തത്? ഈ ഖമേനിക്ക് നേരെ അവർ വലിയ രീതിയിൽ പ്രതിഷേധിക്കുകയാണ്. അവർക്ക് ഒട്ടും തന്നെ പേടിയില്ലാത്തവരായി മാറുകയാണ്. അതായത് ജനങ്ങളുടെ പേടിയില്ലാത്ത പോരാട്ടം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഞാൻ ഇവിടെയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ഈ ഖമേനിയുടെ വീടടക്കം, അവരുടെ ആസ്ഥാനങ്ങളടക്കം കത്തിക്കുകയാണ്. ഖമേനിയുടെ ഫ്ലെക്സും കാര്യങ്ങളും ഒക്കെ തന്നെ ചുട്ട് ചാമ്പലാക്കുകയാണ്. ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്ന ഒരുപാട് സ്ത്രീകളുടെ വീഡിയോസൊക്കെ സോഷ്യൽ മീഡിയ വന്നിട്ടുണ്ടായിരുന്നു. അവർ ഖമേനിയുടെ ഒരു പോസ്റ്റർ കത്തിക്കുകയാണ്. എന്നിട്ട് അവർ ഹിജാബ് ഊരി കളഞ്ഞിട്ട് ആ പോസ്റ്ററിൽ നിന്ന് സിഗരറ്റ് കത്തിക്കുകയാണ്. ഒരുപാട് സ്ത്രീകൾ മറ്റേ ഹിജാബ് ഊരി കത്തിക്കുന്നു. അങ്ങനെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഈ ഹിജാബ് ഊരിയിട്ടും അത് തീയിലിട്ടും അങ്ങനെ പല രീതിയിൽ വലിയ വലിയ പ്രതിഷേധങ്ങൾ അവിടെ നടത്തുകയാണ്. പലയിടത്തായിട്ടും ഈ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ ഫ്ലാഗ് ഉണ്ടല്ലോ, പല ഒഫീഷ്യൽ ബിൽഡിങ്ങിന്റെ മുകളിലുണ്ടല്ലോ, അത് വലിച്ച് കീറിക്കളഞ്ഞ് കത്തിച്ചിട്ട് ഇവർ പഴയ പേർഷ്യൻ ഫ്ലാഗ് ഉണ്ടല്ലോ, ആ സിംഹത്തിന്റെ ചിത്രമുള്ള പേർഷ്യൻ ഫ്ലാഗ്, അത് ഉയർത്തുകയാണ്. എന്തായാലും നിലവിലെ ഇറാനിലെ തെരുവുകൾ കുറച്ച് ശാന്തമായിട്ടുണ്ടെങ്കിലും ജനങ്ങളുടെ ദേഷ്യം ഒട്ടും തന്നെ മാറിയില്ല. കടുത്ത അടിച്ചമർത്തൽ മൂലമാണ് അവർക്ക് പിന്മാറേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഒരല്പം പിന്മാറിയതല്ലേ. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, അവർ ലോകത്തിലെ ഏറ്റവും ധൈര്യമുള്ളൊരു ജനതയായിട്ട് നമുക്ക് അവരെ വിശേഷിപ്പിക്കാൻ പറ്റും. അതായത് ഇത്രയും ക്രൂരമായിട്ട് അടിച്ചമർത്തിയിട്ടും അവർ ഒരു ഇഞ്ച് പിന്നോട്ട് പോയില്ല. അവർ ഖമേനിയുടെ ആസ്ഥാനങ്ങളടക്കം കത്തിക്കുകയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ജനങ്ങൾക്കൊരു മാറ്റം വേണം. അവർ ചോദിക്കുന്ന ഒന്നേ ഉള്ളൂ, ഞങ്ങളുടെ രാജ്യം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുമോ, പേർഷ്യ തിരിച്ചു വരുമോ എന്നുള്ളതാണ്. ഈ പ്രതിഷേധത്തിലൊക്കെ മൊത്തം ഞാൻ ശ്രദ്ധിച്ചൊരു 3 പ്രതീകങ്ങൾ പറയുവാണെങ്കിൽ, ഒന്നാമത്തത് ഹിജാബ് കത്തിക്കുന്നത്, ഹിജാബ് ഒരു തീയിലെറിയുന്ന ആ ഒരു സിമ്പിളാണ്. ഇത് സ്ത്രീകളുടെ അടിച്ചമർത്തലിൻ്റെ ഒരു അന്ത്യമാണ് കാണിക്കുന്നത്. അതായത് മുടി കാണിക്കുന്നത് പോലും അവിടെ വലിയ പ്രശ്നമായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ മുടി
പുറത്ത് കാണിക്കുന്നത് പോലും വലിയ പ്രതിഷേധമായി മാറി എന്ന് പറയുമ്പോൾ എന്താണ് ആ രാജ്യത്തെ സ്ത്രീകളുടെ അവസ്ഥ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. തങ്ങളുടെ ശരീരത്തിൽ ഭരണകൂടത്തിനുള്ള അധികാരം അവർ കത്തിച്ച് കളയുകയാണ് ചെയ്തത്. രണ്ടാമതായിട്ട് ഈ ഖമേനിയുടെ ചിത്രം കത്തിക്കുന്നതാണല്ലേ, ഖമേനിയുടെ പോസ്റ്ററും ഫ്ലെക്സും ഒക്കെ കത്തിക്കുകയാണ്. ആ ഒരു പോസ്റ്റർ കത്തിച്ചിട്ട് ഒരു പെണ്ണ് സിഗരറ്റ് കൊളുത്തുകയാണ്. ഇതൊക്കെ തന്നെ ഈ ഖമേനിയോടുള്ള അല്ലെങ്കിൽ ആ ഒരു ഭരണകൂടത്തോടുള്ള ജനങ്ങളുടെ അസംതൃപ്തി അല്ലെങ്കിൽ ആ ഒരു വെറുപ്പാണ് കാണിക്കുന്നത്. മൂന്നാമതായിട്ട് ഞാൻ തൊട്ടുമുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു സിംഹവും സൂര്യനുമുള്ള പതാക പലരും പല സ്ഥലങ്ങളിലും ഉയർത്തുകയാണ്. അതായത് 1979 മുമ്പുള്ള ഇറാൻ്റെ പതാകയാണിത്. ഇത് വീശുന്നത് വഴി അവർ തങ്ങളുടെ പഴയ ഐഡന്റിറ്റി തിരിച്ചു പിടിക്കുകയാണ്. മതഭരണത്തിന് മുമ്പുള്ള സ്വാതന്ത്ര്യത്തിന്റെ ഒരു പ്രതീകമാണ് ഈ പതാക ഉയർത്തൽ എന്നുള്ളത്. സത്യത്തിൽ എന്താണ് പേർഷ്യയെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്? അതൊരു പഴയ സാമ്രാജ്യം വീണ്ടും ഉണ്ടാക്കലല്ല, അത് തങ്ങളുടെ സാംസ്കാരിക സ്വാതന്ത്ര്യങ്ങളും മൂല്യങ്ങളും തിരിച്ചു പിടിക്കുന്ന ആ ഒരു പ്രക്രിയയാണ്. അല്ലെങ്കിൽ അതാണ് അവർക്ക് വേണ്ടത്. മതത്തെയും ഭരണകൂടത്തെയും വേർതിരിക്കുന്ന, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ അവകാശമുള്ള, കലയ്ക്കും സംസ്കാരത്തിനും സ്വാതന്ത്ര്യമുള്ള ഒരു ഇറാൻ, അതാണ് അവർ ആഗ്രഹിക്കുന്ന പേർഷ്യ. ലോകം മുഴുവൻ ഈ സംഭവങ്ങളെ ഉറ്റുനോക്കുന്നുണ്ടല്ലേ, കേരളത്തിലിരിക്കുന്ന നമ്മളടക്കം. കാരണം എന്താണ്? മറ്റൊന്നുമല്ല, ഇത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു ജനതയുടെ ഒരു വലിയ പോരാട്ടമാണ്. ഇറാൻ മാറുന്നത് ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് ബാധിക്കാൻ പോകുന്നത്. പേർഷ്യൻ നാഗരികത ലോകത്തിന് നൽകിയ വലിയ സംഭാവനകൾ നമുക്കറിയാം. ഒമർ ഖയാം എന്നൊക്കെ പല മലയാളം ലിറ്ററേച്ചറിൽ പോലും മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലേ. ആ സംസ്കാരം വീണ്ടും സ്വതന്ത്രമായാൽ അത് ലോകത്തിന് തന്നെ വലിയൊരു ഗുണമായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്, ഒരു മാറ്റമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. പേർഷ്യ തിരിച്ചു വരുമോ എന്നുള്ള കാര്യം നമ്മൾ ചോദിക്കുവാണെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, പേർഷ്യൻ ആത്മാവ് മരിച്ചിട്ടില്ല. അത് ഓരോ ഇറാനിയൻ യുവാവിൻ്റെയും യുവതിയുടെയും ഉള്ളിൽ ഉണർന്നു കഴിഞ്ഞിരിക്കുകയാണ്. എത്രയോ കൊല്ലം മുമ്പ് ഇല്ലാതായ ഒരു സംസ്കാരം, അല്ലെങ്കിൽ ആ ഒരു പേര് പോലുമാണല്ലേ, അത് ഇന്നത്തെ ഒരു ചെറുപ്പക്കാരൻ്റെയും ചെറുപ്പക്കാരിയുടെയും ഉള്ളിൽ അതിശക്തമായിട്ട് ഉണർന്നിരിക്കുകയാണ്. സംഗീതം പോലും നിരോധിച്ച ഒരു സ്ഥലത്ത് അവർ പാട്ടുകൾ പാടുകയാണ്, നിരോധിക്കപ്പെട്ട പതാകകൾ വീശുകയാണ്. ഏറ്റവും ഇരുണ്ട രാത്രിക്ക് ശേഷവും സൂര്യൻ ഉദിക്കുമെന്ന് ഇറാനികൾ വിശ്വസിക്കുന്നു. ആ പുതിയ പ്രഭാതം, പുതിയ പേർഷ്യ ഉടനെ വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു സംഭവങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? പഴയ പേർഷ്യ തിരിച്ചു വരുമോ, അതോ ഖമേനിയുടെ ഈ ക്രൂരമായിട്ടുള്ള മതവാഴ്ച, മതനരനായിട്ട് തന്നെയായിരിക്കും അവിടെ തുടരാൻ പോകുന്നത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപാവസരത്തെക്കുറിച്ച് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ജനുവരി 30 വരെയാണ് നമുക്ക് ആ NFL ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരം ഉണ്ടായിരിക്കത്തുള്ളൂ. അതായത് ഇനി വെറും 7 ദിവസം കൂടി മാത്രം. ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അതിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന ഈ QR കോഡ് ഇല്ലേ, അത് സ്കാൻ ചെയ്താൽ മതി. എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മാടപ്പള്ളി, സൈനിങ് ഔട്ട്.